മാമിന്റെ മെയിൻ ഏരിയ ആണ് ആസിഡ് റിഫ്ലെക്സ്. അപ്പോൾ അത് ഹൈപ്പർ ആണോ അതോ ഹൈപ്പോ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുക? ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻഡൈജഷൻ ആണ് ഹൈപ്പോ അസിഡിറ്റിയുടെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അതായത് എന്ത് കഴിച്ചാലും ദഹിക്കാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ആണ്, ഗ്യാസ്, അതൊക്കെ അവർ പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഹൈപ്പോ അസിഡിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിന്റെ വീര്യം കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അവരിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, എത്ര നേരം വേണമെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റും. അതേസമയം ഒരു ഹൈപ്പർ അസിഡിറ്റിക്ക് ആണെങ്കിൽ അവർക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര പരവേശവും അതുപോലെ തന്നെ ആസിഡ് കയറി വരിക, അവർക്ക് ആ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴും ഹൈപ്പർ അസിഡിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഹൈപ്പർ അസിഡിറ്റിക്ക് അധികം ബ്ലോട്ടിങ്ങും ഗ്യാസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അവർക്ക് ഈ കൊക്കക്കോള, പെപ്സി അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതായത് ഭയങ്കരമായിട്ട് ആ അസിഡിറ്റി കൂടും. അതേസമയം നമ്മുടെ ഹൈപ്പോ അസിഡിറ്റിക്ക് ആവട്ടെ എയറേറ്റഡ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഇത്തിരി ആൽക്കഹോളൊക്കെ കഴിച്ചാലും അത്ര അങ്ങോട്ട് ഒരു പ്രശ്നം വരാറില്ല. നമ്മളുടെ ഒരു പേഷ്യൻ്റ് പറയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം അടിച്ചാൽ എനിക്ക് യാതൊരു രീതിയിലുള്ള ആസിഡ് റിഫ്ലക്സും ഇല്ല, ഒരു പ്രശ്നവുമില്ല, കാരണം എനിക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് പറയും, അത് ബിക്കോസ് നിങ്ങൾ ഹൈപ്പോ അസിഡിറ്റിയിൽ പെട്ടതുകൊണ്ടാണ്. പക്ഷേ എല്ലാ ദിവസവും ആൽക്കഹോൾ കഴിച്ചിട്ടേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ആ ആസിഡിൻ്റെ pH കറക്റ്റ് ആക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്.